നമ്മുടെ കഥയമമയിൽ നമ്മൾ ഒരുപാട് ആചാര്യന്മാരെക്കുറിച്ച് സംസാരിച്ചു. മുമ്പൊരിക്കൽ സാറ് പറഞ്ഞില്ലേ, നമ്മുടെ സുക്കർബർഗ് ഉൾപ്പെടെ ഉള്ള ആളുകൾ പോയി കണ്ടിട്ടുള്ള നീം കരോലി ബാബ, അവിടെ പോയാൽ എന്താഗ്രഹവും സാധിക്കും എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പേർ അങ്ങനെ വിശ്വസിക്കുന്നു. വിദേശത്തു നിന്നുള്ള അതിപ്രശസ്തരായ ആളുകൾ, അതിസമ്പന്നരും ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ആളുകൾ വരെ വരുന്ന ഒരു ആശ്രമമാണ് നീം കരോലി ബാബയുടെ ആശ്രമം. പക്ഷെ ബാബയെക്കുറിച്ച് കേരളത്തിൽ അങ്ങനെ കാര്യമായൊന്നും അറിയില്ല. ഈ ആരാണ്, എവിടെയാണ് നീം കരോലി ബാബയുടെ ആശ്രമം? നീം കരോലി ബാബയുടെ ആശ്രമം നൈനിറ്റാളിലാണ്, കൈഞ്ചി ആശ്രമം. അവിടെയാണ് സ്റ്റീവ് ജോബ്സ് വന്നത്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടാണ് സക്കർബർഗ് പിന്നെ വരുന്നത്. അതിലും വലിയ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ വ്യക്തമാവും. ഹനുമാനെ ആരാധിച്ചിരുന്ന ഇടയ്ക്ക് ഒരു സംശയം ചോദിക്കട്ടെ. ചില ആളുകൾ ZU ആണ് അല്ലേ സക്കർബർഗിനെ, സുക്കർബർഗ് എന്നും പറയും, സക്കർബർഗ് എന്ന് പറയും. ശരിയായ ഉച്ചാരണം ഏതാണ്? സക്കർബർഗ് എന്നാണ്, സൂ അല്ല. അപ്പൊ ഞാനും തിരുത്താം. ഹനുമാൻ ഇടയ്ക്ക് മലയാളത്തിലെ ചില പത്രങ്ങൾ സുക്കർബർഗ് എന്ന് അടിക്കാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവര് ശീലിച്ചു പോകുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ സുനിലിനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ മൻസൂർ അലി ഖാൻ പട്ടോഡിയെ ഞാൻ ഭോപ്പാലിലെ അങ്ങേരുടെ കൊട്ടാരത്തിൽ പോയി ഒരിക്കൽ കണ്ടു. അങ്ങ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കാലത്താണ്. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് പട്ടോദി എന്നാണ്. ഞാൻ തിരിച്ച് ഞങ്ങളുടെ പത്രത്തിലൊക്കെ വന്നു. അപ്പോൾ പട്ടോദി എന്ന് എഴുതേണ്ടതില്ല, പട്ടോടി എന്ന് മതി. കാരണം അങ്ങനെയാണ് വായനക്കാർക്ക് പരിചയം എന്നാണ് തീരുമാനിച്ചത്. എന്നോട് നമ്മുടെ കേരളത്തിലെ അതിപ്രശസ്തനായ ഇപ്പോൾ കേന്ദ്ര സേനയിൽ സർവീസ് ചെയ്യുന്ന ഒരു ഓഫീസർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പേര്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു, അദ്ദേഹം കൊച്ചിയിലുണ്ടായിരുന്ന സമയത്ത്, നിങ്ങളെല്ലാവരും എഴുതുന്ന രവത എന്നാണ്. എൻ്റെ പേര് രവതയല്ല, ഞാൻ രവാഡ ചന്ദ്രശേഖറാണ്. എന്ത് പറഞ്ഞാലും പത്രങ്ങൾ രവത എന്ന് എഴുതുന്നു. പ്രവീൺ തൊഗാഡിയ എന്നാണ് നമ്മളൊക്കെ എഴുതുന്ന ആണല്ലോ. പ്രവീൺ തൊഗാഡിയ വലിയ BHP തീവ്ര നേരത്തെ, അദ്ദേഹത്തിനടുത്ത് കളയുകയൊക്കെ ചെയ്തു. എന്നോട് R ഹരി ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു തോഗഡിയ എന്നാണ് ഉച്ചാരണം. അദ്ദേഹം പറയുന്നതായിരിക്കുമല്ലോ ശരി. അതെ അതെ. പക്ഷെ തോഗഡിയ എന്ന് ആരെങ്കിലും പിന്നെ എഴുതുമോ? ഇല്ല, ഇപ്പോഴും തൊഗാഡിയ എന്നാണ് എഴുതുന്നത്. അത് ചില ആളുകൾക്ക് ശീലിച്ചത് നമ്മൾ പേര് മാറ്റി. അതെ, അങ്ങനെ. അപ്പൊ ഇനി സക്കർബർഗ് എന്ന് വേണം പറയാൻ. അതെ, ZU ആണെങ്കിലും ശരി മനസ്സിലാവുമ്പോൾ നമ്മൾ ശരി പറഞ്ഞു തുടങ്ങുന്നതാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നോക്കൂ, പത്രങ്ങളിൽ സുക്കർബർഗ് എന്ന് കാണും, അത് വരും. അപ്പോൾ ഹനുമാനെ ആരാധിച്ചിരുന്ന ആളാണ് നീം കരോലി ബാബ. 1960കളിൽ 70കളിലൊക്കെ വലിയ അമേരിക്കക്കാരൊക്കെ അദ്ദേഹത്തിനെ വന്ന് കണ്ടിരുന്നു. അദ്ദേഹവുമായിട്ട് സംവാദത്തിനൊക്കെ അവർക്ക് പറ്റുകയും ചെയ്യും. അതിൽ ചില പ്രധാനപ്പെട്ട ആളുകളെ പറ്റി പിന്നെ പറയാം. ലക്ഷ്മൺ നാരായൺ ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വ ആശ്രമത്തിലെ പേര്. ഫിറോസാബാദിലെ അക്ബർപൂർ, ഉത്തർപ്രദേശിലാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഫിറോസാബാദിലെ അക്ബർപൂരിലാണ് ജനിച്ചത്. ധനിക ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു. ഈ നാടോടിയായിട്ട് നടക്കുന്ന പരിപാടി കുട്ടിക്കാലത്ത് തന്നെ ഉണ്ട്. അത് ഈ പല ആത്മീയ ആചാര്യന്മാരുടെയും കാര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ കാണാം. കുട്ടിക്കാലത്ത് തന്നെ ഇവർക്ക് ഇങ്ങനൊരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഈ നാടോടി സ്വഭാവം നിർത്താൻ വേണ്ടി 11ാം വയസ്സിൽ വിവാഹം നടത്തിച്ചു. അപ്പോൾ ഈ കുട്ടിയെങ്കിലും നോക്കിക്കോളുമല്ലോ വധുവായിട്ട് വരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ കുറെ കാലം ഈ വിവാഹ ജീവിതമൊക്കെ നയിച്ചു. 2 ആൺകുട്ടികൾ, 1 പെൺകുട്ടി, ഇത്തരം മക്കളൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ആത്മീയ സ്വഭാവം ഇത്തരം ആളുകൾക്ക് മാറില്ല. അവരെപ്പോഴെങ്കിലും വീട് വിട്ടു പോകുന്നുള്ളത് ഉറപ്പാണ്. ഇദ്ദേഹം 1958 വീട് വിട്ട് ഇതിലേക്ക് തന്നെ ഇറങ്ങി. ഒരു ട്രെയിനിൽ കയറി, ടിക്കറ്റ് എടുത്തിട്ടല്ല കയറിയ, ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ TT വന്നു, ഇയാൾക്ക് ടിക്കറ്റില്ല എന്ന് കണ്ടു. ഫറൂഖാബാദിൽ നീം കരോലി ഗ്രാമത്തിൽ ട്രെയിൻ നിൽക്കുമ്പോൾ, ഒരു ഗ്രാമത്തിൻ്റെ പേരാണല്ലേ? ഗ്രാമത്തിൻ്റെ പേരാണ്. ഇദ്ദേഹം ജനിച്ച സ്ഥലമൊന്നുമല്ല, ഒരു സംഭവം ഉണ്ടായ സ്ഥലമാണത്. നീം കരോലി ഗ്രാമത്തിൽ വെച്ചിട്ട് TT ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു. ഇദ്ദേഹത്തിനെ ഇറക്കി വിട്ടപ്പോൾ ഇറങ്ങുകയൊക്കെ ചെയ്തു മര്യാദക്കാരായിട്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി, ഈ ട്രെയിൻ പിന്നെ നീങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന
ആളുകളൊക്കെ പറഞ്ഞു, ആ ബാബ ലക്ഷ്മൺദാസ് കയറിയാലേ ഇനി വണ്ടി പോകുള്ളൂ. ഇനി വണ്ടി പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കയറി കഴിഞ്ഞപ്പോൾ ഈ മറ്റേ എൻജിൻ ഡ്രൈവറും അവരുമൊക്കെ പറഞ്ഞു, ഞങ്ങളൊന്ന് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇനി ഓടിക്കുള്ളൂ. അവർ രണ്ടുപേരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഇത് ഓടാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ 2 ഉപാധികളുണ്ട്. ഒന്ന്, എന്നെ ഇവിടെ ഇറക്കി വിട്ടാണല്ലോ, ഇവിടെയും കുറേ ഗ്രാമവാസികളൊക്കെ ഉണ്ട്, എൻ്റെ ഗ്രാമം അല്ലെങ്കിലും ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അനുവദിക്കണം. 2, സന്യാസിമാരോട് റെയിൽവേ നന്നായി പെരുമാറണം. ഇത് രണ്ടും സമ്മതിച്ചു. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പിൽക്കാലത്ത് വന്നു. അപ്പോൾ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ചോദിച്ചു, ഈശ്വര ഞാനാണോ ഇനി ഈ വണ്ടി ഓടിക്കേണ്ടത് എന്ന് ചോദിച്ചു. അനുഗ്രഹിക്കണം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അനുഗ്രഹിച്ചു, വണ്ടി ഓടാൻ തുടങ്ങി. അങ്ങനെയാണ് നീം കരോലി പേരിൻ്റെ കൂടെ കയറുന്നത്. ലക്ഷ്മൺദാസ് ഹിന്ദിവാല ബാബ എന്നൊക്കെ ഇദ്ദേഹത്തിനെ പറ്റി പറയാറുണ്ട്. പിന്നെ ടിക്കോണിയാവാല ബാബ എന്നും പേരുണ്ട്. ഗുജറാത്തിയിൽ മോർസി പാപനികഷ തല്ലയ്യ ബാബ എന്നും പറയാറുണ്ട്. ഇവിടെയൊക്കെ സഞ്ചരിക്കുന്ന കാലത്ത്, ഗുജറാത്തിലൊക്കെ സഞ്ചരിക്കുന്ന കാലത്ത് മോർബിയിൽ അവിടെ അണക്കെട്ട് ദുരന്തമൊക്കെ ഉണ്ടായതാണല്ലോ. പിന്നീട് ഈ ഗുജറാത്തിലൊക്കെ സഞ്ചരിക്കുന്ന കാലത്തുമൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തും സഞ്ചരിക്കുമ്പോൾ ഓരോ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ വൃന്ദാവനിൽ വെച്ചിട്ട് ചമൽക്കാരി ബാബ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. ചമൽക്കാരി എന്ന് പറയുന്നത് ഈ മിറക്കിൾസ്, അത്ഭുത പ്രവൃത്തികൾ പലതും വന്നു പോകുന്നതുകൊണ്ടാണ് അക്കാലത്ത് വന്നിരുന്നത്. 2 ആശ്രമമാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്, കൈഞ്ചിയിലും വൃന്ദാവനിലും. കൈഞ്ചി നൈനിറ്റാള്, വൃന്ദാവൻ മധുര. ഉത്തർപ്രദേശിൽ 100 ക്ഷേത്രങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കൈഞ്ചി ധാം ആശ്രമമാണ് പ്രധാനം അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നത്. 1964 അവിടെ ഹനുമാൻ ക്ഷേത്രം പണിതു. അവിടെ ഉള്ളത് ഹനുമാൻ ക്ഷേത്രമാണ്. ഇപ്പോഴും ധാമുണ്ട്. സ്റ്റീവ് ജോബ്സ് വരുമ്പോഴൊക്കെ ഇദ്ദേഹം സമാധിയായി 1 കൊല്ലം ആയിരുന്നു. അവസാന ദശകത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. 1962 ചെറുതായിട്ട് പ്രേമി ബാബ, സോംബ്രി മഹാരാജ് എന്ന് പറഞ്ഞ ശിഷ്യന്മാരൊക്കെ യജ്ഞം നടത്തിയിരുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ് പിന്നീട് വലിയ ഹനുമാൻ ക്ഷേത്രമൊക്കെ ആയിട്ട് രൂപപ്പെട്ടത് ഈ കൈഞ്ചിയിൽ. നൈനിറ്റോള് അൽമോറ റോഡിൽ 17 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് ഈ കൈഞ്ചി ധാം ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം. ജനുവരി 15 എല്ലാ കൊല്ലവും വാർഷിക ഭണ്ഡാര നടക്കും, അന്നദാനം വാർഷികം. 1,00,000 പേർക്ക്, 1,00,000 പേര് അന്ന് വരും ഈ അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ട്. അത്രയും വിശ്വാസം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണത്. ഇത് അദ്ദേഹത്തിൻ്റെ സമാധി 1973 സെപ്റ്റംബർ 11/15 ഉച്ച കഴിഞ്ഞ് ആയിരുന്നു. വൃന്ദാവൻ ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഡയബറ്റിക് കോമയിലായിരുന്നു, പ്രമേഹം കാര്യമായിട്ടുണ്ടായിരുന്നു. കൈഞ്ചിക്ക് രാത്രി വണ്ടി പോകണം എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ നടന്നില്ല അസുഖം കാരണം. ആഗ്രയിൽ ഈ ഡോക്ടർമാരെയൊക്കെ കണ്ട് പിന്നെ ആശുപത്രിയിൽ പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വൃന്ദാവനിലേക്ക് പോവുകയാണ് ചെയ്തത്. സമാധി എങ്ങനെയാണ്. അപ്പോൾ ആശുപത്രിയിൽ ഈ ഓക്സിജൻ മാസ്ക് വച്ചിരുന്നു മുഖത്ത്. അദ്ദേഹം അത് വലിച്ചെടുത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു BP ബാൻഡ് അതും എടുത്ത് കളഞ്ഞു. എന്നിട്ട് ബേക്കാർ എന്ന് പറഞ്ഞു, യൂസ്ലെസ്, ഇതിന് ആവശ്യമില്ല, ഈ ഓക്സിജൻ മാസ്കും വേണ്ട ബാൻഡും വേണ്ട, ഗംഗാജലം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഗംഗാജലമൊന്നും അവിടെ ആരുടെ അടുത്തും കാണില്ലല്ലോ. അപ്പോൾ സാധാരണ വെള്ളം കൊടുത്തു അദ്ദേഹത്തിന്. ജയ ജഗദീശ ഹരേ എന്ന് പലതവണ ഉരുവിട്ടു. മുഖത്ത് വലിയൊരു ശാന്തി, സാത്വിക പ്രകാശം കളിയാടി. വേദനയൊക്കെ അദ്ദേഹത്തിൻ്റെ മറഞ്ഞുപോയി. അങ്ങനെ സമാധിയായി. വൃന്ദാവൻ ക്ഷേത്രത്തിലാണ് സമാധി ഇരുത്തിയത്. അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നത് അവിടെയാണ്. ഭക്തിയോഗം ആണ് അദ്ദേഹം ഉപദേശിച്ചിരുന്നതൊക്കെ, മാനവസേവ, അങ്ങനത്തെ കാര്യങ്ങൾ.
രാംദാസ് എന്ന് പറഞ്ഞ ആളാണ് പ്രധാനപ്പെട്ട ശിഷ്യൻ, അമേരിക്കക്കാരനാണ് രാംദാസ്. സമാഹരിച്ച മിറക്കിൾ ഓഫ് ലവ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാംദാസ് എന്ന് പറഞ്ഞാൽ ഹാർവാർഡിൽ നിന്നുള്ള സൈക്യാട്രിസ്റ്റാണ്. വളരെ ആഗോള പ്രശസ്തനായിട്ടുള്ള സൈക്യാട്രിസ്റ്റാണ് റിച്ചാർഡ് ആൽപ്പർട്ടാണ് രാംദാസ് എന്നുള്ള ശിഷ്യനായിട്ട് ഇദ്ദേഹത്തിനെ സേവിച്ച് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ രാംദാസിന് ഹൂവിൽ ജോലി വേണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ലോകാരോഗ്യ സംഘടനയിൽ. അപ്പം പലതവണ ഇദ്ദേഹം ഗുരു വിചാരിച്ച പെട്ടെന്ന് കിടക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പലതവണ ഹൂവിൻ്റെ ഓഫീസിലൊക്കെ പോയിരുന്നു, എനിക്ക് ജോലി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രാംദാസ്. അപ്പോൾ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ പലതവണ കയറി ഇറങ്ങേണ്ടി വരുമല്ലോ. ഗുരു പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്തില്ല. പക്ഷെ പിന്നീട് ഇന്ത്യയിലെ സ്മോൾ പോക്സ് നിർമ്മാർജ്ജന പദ്ധതിയിൽ അതിൻ്റെ മേൽനോട്ടം നടത്തിക്കൊണ്ടിരുന്നത് ഈ രാംദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗിരിജ, അവരും ഹിന്ദുവായിട്ടും മതം മാറിയിരുന്നു. എലൈൻ എന്നായിരുന്നു അവരുടെ പേര്. അവർ രണ്ടുപേരും മാറിയിരുന്നു. ഇതുപോലെ ഗൂഗിളിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ലാരി ബില്യൻറ്റ് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. നേരത്തെ നമ്മൾ സ്റ്റീവ് ജോബ്സിൻ്റെ ഒക്കെ കാര്യമല്ലേ പറഞ്ഞുള്ളൂ, സക്കർബർഗിൻ്റെ. ഈ ലാരി ബ്രില്യൻറ്റും ശിഷ്യനായിരുന്നു. ഇവരുമൊക്കെ ഈ സ്ഥിരമായിട്ട് സ്റ്റീവ് ജോബിനെ പോലെയും സക്കർബർഗിനെ പോലെയുള്ള ആളുകൾ ഗുരുവായി ഒരാളെ വരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവവും വിശ്വാസവും എത്രമേലുണ്ടാവും അല്ലേ? അതാ സത്യത്തിൽ ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിനെ പറ്റിയൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. സ്റ്റീവ് ജോബ്സിൻ്റെ അവസാനം മരിക്കുമ്പോൾ പാൻക്രിയാറ്റിസ് ക്യാൻസർ വന്നിട്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ തലയണയുടെ അടുത്ത് ചാരി വെച്ചിട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒക്കെ മരണമൊക്കെ നടക്കുന്നതുമൊക്കെ. അപ്പോൾ പ്രഭാഷണങ്ങളൊന്നും നടത്തിയിരുന്നില്ല ബാബ. ഈ ഒരു ബെഞ്ചിൽ ഇരിക്കും, മരം കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലിരിക്കും, പുതയ്ക്കും, ബ്ലാങ്കറ്റ് കമ്പിളി പുതച്ചിട്ട് വെക്കും. ഭക്ഷണമൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചിരുന്നുള്ളൂ. ആളുകളോട് ഈ ആശ്രമത്തിലൊക്കെ ഉത്തരവൊക്കെ ഇടണ്ടേ, നീ അത് പോയി ചെയ്യേ ഇത് പോയി ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാമൻകുട്ടി അത് ചെയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല സംസാരിക്കുക. ഒരു നിലവിളിയുടെ ശബ്ദമാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആളുകൾ അടുത്ത് പോകണം, അപ്പോൾ അത് ചെയ്യേ ഇത് ചെയ്യേ എന്നൊക്കെ പറയുക. ബെല്ലൊക്കെ അടിക്കുന്നതിന് സമമാണ് മണിയടിക്കുന്നതിന് ഒരു നിലവിളി പോലത്തെ ഒരു ശബ്ദം. മിക്കവാറും സമയത്ത് മൗനവുമായിരിക്കും. ഈ അറ്റാച്ച്മെൻറ്റ്, ഈഗോ, അറ്റാച്ച്മെൻറ്റ് മമത ഇല്ലേ, വല്ലതിനോടുമൊക്കെയുള്ള വല്ലാത്ത മമത, അതും ഈഗോയും അഹംബോധം, അഹംഭാവം, ഇത് രണ്ടും ആത്മസാക്ഷാത്കാരത്തിന് വിഘ്നമാണ് എന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ എന്ന് പറഞ്ഞ ഭാവത്തിലാണല്ലോ നിലകൊള്ളുന്നത്. അത് മാറ്റാനായിട്ട് ഈ അഹം എന്ന് പറഞ്ഞ വിചാരം അങ്ങ് മാറണം ആത്മസാക്ഷാത്കാരത്തിന്. അതൊരുമാതിരി സന്യാസിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആശ്രമങ്ങൾ ഭൂമിധർ, കാക്രിഘട്ട്, ഹനുമൻഗഡി, കുമയൂൺ മല, നൈനിറ്റാളിനോട് ചേർന്നുള്ള മലകൾ, വൃന്ദാവൻ, ഋഷികേശ്, ജോൻപൂർ, ഡൽഹി, ലക്നൗ, ഷിംല, ഗമസേപൂർ, പിന്നെ ന്യൂയോർക്കിലെ താവോസ്, ഇത്തരം സ്ഥലങ്ങളിൽ ആശ്രമങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം അദ്ദേഹം ഒരു പിൻഗാമിയെ നിർദ്ദേശിച്ചിരുന്നു. അത് സ്ത്രീയാണ്, ശ്രീ സിദ്ധിമ അൽമോറക്കാരിയാണ്. 8 സഹോദരിമാരുണ്ടായിരുന്നു, വിവാഹിതയായിരുന്നു. തുലാറാം സായെ എന്ന് പറഞ്ഞ ആളെ വിവാഹം ചെയ്തിരുന്നു. പിന്നെ വിധവയായ ശേഷമാണ് ഈ സന്യാസത്തിലേക്ക് വരുന്നത്. അമ്മ എവിടെ ഉണ്ടെങ്കിലും മംഗളം എന്നൊരു വരി അദ്ദേഹം കുറിച്ചിരുന്നു ഇവരെ പറ്റി. ഇവരെവിടെ ഉണ്ടെങ്കിലും ഒരു ശുഭകരമായ അവസ്ഥയാണ് എന്ന് തോന്നിയിട്ട്. അപ്പോൾ അവർ പിൻഗാമിയായി 2017 ആയിരുന്നു അവരുടെ സമാധി. സ്റ്റീവ് ജോബ്സ് വരുന്നത് 1974 ഏപ്രിലിൽ ധാൻ കോക്കെ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കൂടെയാണ് വരുന്നത്.
അത് കഴിഞ്ഞ് ജൂലിയ റോബർട്ട്സ്, ഉം. ഹോളിവുഡ് നടി, അവര് ശിഷ്യയായിരുന്നു നീം കരോലി ബാബയുടെ. ഈ ബേ ഇല്ലേ, ഉം. ഈ ബേ ഈ ബേയുടെ ഡയറക്ടർ ജെഫ്രി സ്കൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. ഈ സ്റ്റീവ് ജോബ്സ് മരിക്കുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിൻ്റെ ചിത്രം കൂടെ സൂക്ഷിക്കുന്നതൊപ്പം തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സ്റ്റീവ് ജോബ്സിൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാവർക്കും ഒരു ദിവസം ഒരു തവിട്ട് നിറത്തിലുള്ള പാക്കിങ്ങിൽ ഒരു ഗിഫ്റ്റ് കിട്ടി. എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാവരും ഇത് തുറന്നു നോക്കിയിരുന്നു. സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ കോപ്പിയാണ്. ഇതെല്ലാവർക്കും വായിക്കാൻ വേണ്ടി മരണത്തിന് മുമ്പ് ജോബ്സ് സമ്മാനിച്ചത്. അപ്പോൾ ഈ പുസ്തകവും ജോബ്സിൻ്റെ കിടക്കയിലുണ്ടായിരുന്നു. അവസാന സമയത്ത് സ്റ്റീവ് ജോബ്സ് എല്ലാ കൊല്ലവും ഈ പുസ്തകം വായിക്കുമായിരുന്നു. ഒരു തവണയല്ല, എല്ലാ കൊല്ലവും ഒരു തവണ വായിച്ചിരിക്കും ഈ പുസ്തകം എന്നുള്ള നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ആളുകൾ, ഇനിയും എത്രയോ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ അതിനോടൊരു എളിയ യത്നമാണ് നമ്മൾ ABC മലയാളം ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു രാജ്യമുണ്ടോ അല്ലേ? അതെ. എത്ര പേർക്ക് വെളിച്ചം. പറയുന്നത് പുണ്യം, കേൾക്കുന്നത് സുഹൃതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.